ക്രിമിനൽ കേസുകളിലകപ്പെട്ട തന്ത്രി കുടുംബം, താഴമൺ കുടുംബം ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നൊരു നിലപാട് വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. അത് വലിയ രീതിയിൽ സംസ്ഥാനത്ത് ചർച്ചകൾക്ക് ഇടം നൽകിയിരിക്കുകയാണ്. താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനം വളരെ പെട്ടെന്ന് സാധാരണ ഒരു BJP ഉപാധ്യക്ഷനിൽ നിന്നുണ്ടാവാത്തൊരു തീരുമാനം ഉണ്ടായത്? ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് 251 ക്രിമിനൽ കേസുകൾ എനിക്കെതിരെ അന്നത്തെ ഗവൺമെൻറ് ചാർജ് ചെയ്തിട്ടുണ്ട്. ശബരിമല എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു വേറൊരു ക്ഷേത്രമില്ല. അകത്തിരിക്കുന്ന ആളും പുറത്ത് നിൽക്കുന്ന ആളും രണ്ടും അയ്യപ്പനാണ്. അയ്യപ്പനെ വണങ്ങി അയ്യപ്പനായി തിരിച്ചു പോരേന്. അതാണ് ഈ തത്വമസി എന്ന് പറയുന്ന അദ്വൈത വേദാന്ത സങ്കല്പത്തിൻ്റെ ഏറ്റവും സാക്ഷാത്കൃതമായ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കപ്പെടുകയും വേണം. 1000 അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ 1000 ടൈപ്പാണ്, അല്ലാണ്ട് ഒന്നിൻ്റെ റിപ്ലിക്കയല്ല വേറൊരെണ്ണം. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല പ്രതിഷ്ഠിച്ചേക്കണ, നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തെയാണ് പ്രതിഷ്ഠിക്കുന്നത്. ഭാവപ്രതിഷ്ഠയാണ് എപ്പോഴും വരിക. ഈ മൂർത്തി എന്ന് പറഞ്ഞാൽ ആ ഭാവത്തെ മൂർത്തിയാക്കി മാറ്റിയേക്കാണ് അവിടെ. അത് നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവമാണ്. ഈ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ ഒരു പ്രത്യേകത, അനാസക്തമായ ജീവിതമാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അവിടെ അതിൻ്റെ കൈകാര്യ കർത്തൃത്വം നിർവഹിക്കുന്നവരാരായിരുന്നാലും അവരനാസക്തമായ ജീവിതം നയിക്കാൻ ബാധ്യസ്ഥരാണ്. തന്ത്രിമാർ വിശേഷിച്ചു. തന്ത്രി പിതാവല്ല, പിതൃസ്ഥാനീയനാണ്. പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ പിതാവാണെന്ന് അർത്ഥമില്ല. ആ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ നിയുക്തനാക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പിതാവല്ല. പക്ഷെ പലപ്പോഴും പറയുന്നത് തന്ത്രിൻ്റെയും പിതാവാണെന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. പിതൃസ്ഥാനീയനാണ്. പിതൃസ്ഥാനത്താണ് തന്ത്രി ഇരിക്കുന്നത്. അങ്ങനെയുള്ള തന്ത്രിമാരിൽ ആ തന്ത്രി കുടുംബത്തിൽപ്പെട്ട 2 പേര്, ഒരാൾ വേശ്യപുരയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു, വേറൊരാൾ വ്യാജരേഖ ചമച്ച് സ്വർണത്തെ ചെമ്പാക്കി മാറ്റി അത് കൊള്ള നടത്തിയ 2 കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ട് ഇപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇത് എന്താണ്, ഈ ജാമ്യം കിട്ടി ഇറങ്ങിയൊക്കെയാണ്. ആ കൊള്ളസംഘത്തിൽപ്പെട്ട പ്രതി പറയുന്നത്, ഇനി എനിക്ക് വേണ്ട, ഇനി പകരം എനിക്ക് എൻ്റെ മകനെ വെക്കണം എന്നാണ്. അപ്പോൾ ഈ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ കളങ്കം വരുത്തി വെച്ച, ശബരിമല അയ്യപ്പന്മാർക്ക് ഇത്രയേറെ ദുഃഖമുണ്ടാക്കിയിട്ടുള്ള വേറെ ഒരു കുടുംബവും ഈ കേരളത്തിലില്ല. പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മനീതി സംഘം പോലും അത്, കാരണം നമുക്ക് പരിഹാരക്രിയയുണ്ട്. ഇതിനെന്ത് പരിഹാരക്രിയയുണ്ട്? അപ്പം ശബരിമലയോടും ശബരിമലയുടെ വിശുദ്ധിയോടും ഇവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇവർ സ്വയം ആ സ്ഥാനം ഒഴിഞ്ഞ് ശബരിമലയുടെ വിശുദ്ധി സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞ ക്ലാരിറ്റി ഇപ്പോൾ കിട്ടുന്നുണ്ട്, പിതൃസ്ഥാനീയനാണെന്ന്. പക്ഷേ ഈ ആചാരസംബന്ധമായി നമ്മൾ പറയുമ്പോൾ ഈ ഒരു താഴമൺ കുടുംബത്തിനാണ് താന്ത്രികാവകാശം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലും അത് മാറ്റുക എത്രത്തോളം സാധ്യമാണ്? അല്ലെങ്കിൽ വേറെ ആൾ വരുമ്പോൾ ആ ആചാര ലംഘനം ഉണ്ടായി എന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെ ചർച്ചകൾ പോവില്ലേ? അല്ല, തന്ത്രസമുച്ചയമാണല്ലോ ആധികാരികമായ ഗ്രന്ഥം. തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ട് മാറ്റാമെന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശബരിമല ക്ഷേത്രം താഴമൺ കുടുംബം വരുന്നതിന് മുൻപേ ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. താഴമണ്ണും തരണനെല്ലൂരും വരുന്നതിന് മുൻപേ ശബരിമല ക്ഷേത്രമുണ്ട്. അപ്പോൾ അക്കാലത്ത് ശബരിമല ക്ഷേത്രത്തിന് തന്ത്രി ഉണ്ടായിരിക്കണം, പൂജാരി ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഉണ്ടാകണമല്ലോ. അപ്പോൾ അന്നുണ്ടായിരുന്ന തന്ത്രിക്ക് പകരമാണല്ലോ ഈ തന്ത്രിയെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ തന്ത്രിയെ മാറ്റാമെന്നുള്ളതിൻ്റെ നല്ല തെളിവല്ലേ?
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന അങ്ങ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ്. പക്ഷേ നേരത്തെ തന്ത്രി അറസ്റ്റിലായി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്തത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിലൊരു രണ്ട് തരം ചർച്ചകൾക്ക് ഇത് വഴി തെളിയില്ലേ? BJPയുടെ നിലപാടുണ്ട്. എന്താണ് ആ നിലപാട്? ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ ഭരണത്തെക്കുറിച്ചും BJPക്ക് ഒരു സമീപനമുണ്ട്. എന്താണ് ആ സമീപനം? ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാന വിശുദ്ധി സംരക്ഷിക്കപ്പെടണം. ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ലാത്തവർ അതിൻ്റെ ഭരണത്തിലോ മറ്റു കാര്യങ്ങളിലോ ഇടപെടാൻ പാടില്ല. ഇതാണ് BJPയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് BJP ഇപ്പോൾ ചമ്പത്ത് റായിയുടെ സംഭവത്തിലെടുത്ത് അദ്ദേഹത്തോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ചമ്പത്ത് റായിയെ പോലുള്ള ഒരാൾ, കാരണം അദ്ദേഹമാണ് ആ ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത്. പക്ഷേ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ അദ്ദേഹത്തോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഇതാണ് BJPയുടെ സമീപനം. ദേവസ്വം ബോർഡ് ഇപ്പോൾ മകൻ ബ്രഹ്മദത്തിന് ഇതാക്കണമെന്ന് കത്ത് നൽകിയിരിക്കുകയാണ് രാജീവര്. അതിലൊരു കുഴപ്പമുണ്ട്. ലെജിറ്റിമേറ്റ് ആയിരിക്കണം, കോമ്പീറ്റൻ്റ് ആയിരിക്കണം. കർണാടക ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു വിധി വന്നതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദ പേഴ്സൺ ഷുഡ് ബി ലെജിറ്റിമേറ്റ്. സെക്കൻഡ്, ദ പേഴ്സൺ ഷുഡ് ബി കോമ്പീറ്റൻറ്റ്. ഇദ്ദേഹത്തിൻ്റെ മകൻ ലെജിറ്റിമേറ്റും കോമ്പീറ്റൻറ്റും ആണെന്ന് നമ്മളെങ്ങനെ അറിയും? ചോദ്യമില്ലേ? അദ്ദേഹത്തിൻ്റെ മകൻ ഈ സെക്കുലർ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളാണ്. അയാളപ്പോൾ മുഴുവൻ സമയം അവിടെയല്ലേ പഠിച്ചേക്കണ? പഠിക്കാൻ വേണ്ടി പോകുന്നതിന് പിന്നെ ഇതിന് പോകാൻ സമയമില്ലല്ലോ. അപ്പോൾ തന്ത്രവിദ്യ പഠിച്ചു, അതിൽ നിഷ്ണാതനാണ് എന്നുള്ളതിന് തെളിവില്ല. വളരെ വ്യക്തമായൊരു നിലപാട്, അത് അദ്ദേഹം പിതൃസ്ഥാനീയൻ എന്നുള്ളൊരു വാക്ക് പ്രയോഗിക്കുമ്പോൾ തന്നെ ആ വാക്കിനൊരു ക്ലാരിറ്റി, അദ്ദേഹത്തിൻ്റെ നിലപാടിനൊരു ക്ലാരിറ്റി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്ത് ദേവസ്വം ബോർഡ് എന്ത് നിലപാടിലേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.